ഈ കണ്ണു എഴുതി പൊട്ടൊക്കെ തൊട്ട് ആരും ഓർമ്മിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ വേറെ ആലോചിച്ചു നിന്നൊന്നുമല്ല, ഞാൻ എന്റെ കെട്ടിയവൻ ആലോചിക്കുന്നതാ, നിങ്ങളുടെ മോനെ. രണ്ടുപേരും കൂടെ ആലോചിച്ച് ഇനി ഈ വീട്ടിൽ തൊട്ടിൽ കെട്ടാൻ അടുക്കള മാത്രമേ ഉള്ളൂ. എന്റെ മോനെ കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്, മനസ്സിലായോ? എന്നെ ഉപദ്രവിക്കരുത്, നിനക്കറിയാമോ? അയ്യോടാ, എന്റെ കെട്ടിയവൻ കഷ്ടപ്പെടുന്നത് നിങ്ങളെ നോക്കാൻ വേണ്ടിട്ടല്ല, എന്നെ എന്റെ പിള്ളേരെ നോക്കാൻ വേണ്ടിട്ടാ. ഞാൻ 10 മാസം ചുമന്നാണ് എന്റെ മോനെ പ്രസവിച്ചത്, അറിയാമോ നിനക്ക്? അയ്യോടാ, പറഞ്ഞാ നന്നായി, എനിക്ക് അതൊന്നും അറിയാൻ പാടില്ലല്ലോ. സംസാരിച്ചോ ഞാൻ സടകുടകണ നേതാവ് എനിക്ക് പഞ്ചായത്തിൽ ഇരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആശുപത്രിയിൽ പോകണം, ഓപ്പറേഷനും ചെയ്യണം. അതെന്തിന്? ഈ അസുഖമുള്ളവർക്ക് ഇരിക്കാൻ പറ്റില്ല. അയ്യോ അതല്ല, നിങ്ങളെ ഈ ബഹളം കാരണം പഞ്ചായത്ത് ഓഫീസിൽ ഇരിക്കാൻ പറ്റില്ലെന്ന്. അത് തന്നെ മെമ്പറെ എനിക്കും പറയാനുള്ള. ഞാൻ വന്ന് കയറി അന്ന് തുടങ്ങിയ തൈ തള്ള. ഞാൻ എന്ത് ചെയ്തിട്ടാ മെമ്പറെ? ഞാൻ അരി വെച്ചാ കുറ്റം, കഞ്ഞി വെച്ചാ കുറ്റം, എല്ലാത്തിനും കുറ്റം. ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി തിരിച്ച് സംസാരിച്ചിരുന്ന അതുപോലെ കുറ്റം. ഞാൻ ഇങ്ങനെ ഒന്നും മിണ്ടാത്ത പെണ്ണായതുകൊണ്ടല്ലേ ഈ വാർഡിൽ ഏറ്റവും കൂടുതൽ സൈലന്റ് ആയിട്ട് നിങ്ങളുടെ പെണ്ണേതാ? ഞാനല്ലേ മെമ്പറെ? പറയും മെമ്പറെ. അമ്മച്ചി, നിങ്ങള് പൊട്ടാസ്, ഇത് മുറ്റ് മിസൈൽ. ഒരു ദിവസം ആഹാരം എനിക്ക് തരത്തില്ല, അറിയാമോ? രാവിലെ വല്ല ആഹാരം കൊടുത്തൂടെ ഇവർക്ക്? രാവിലെ എന്താ തിന്നേന്നു ചോദിച്ച മെമ്പർ. എന്താ കഴിച്ച? ഷെർലാക്ക്. ഷെർലാക്ക അല്ല, സിർലാക്ക്. എന്റെ അകത്ത് കിടക്കുന്ന മൂന്നാമത്തെ കൊച്ചിന്റെ സിർലാക്ക ഈ തള്ളെടുത്ത് തിന്നുന്നേ. ഇവര് തിന്നണ പോരാഞ്ച ഇവരുടെ മോനും കൂടി കയറ്റി കൊടുക്കാണ് ഇവര്. നിന്റെ കൊച്ചിന് കൊടുക്കാറിയെങ്കിലേ എന്റെ മോനും എനിക്ക് കൊടുക്കാൻ അറിയാം. ഈ പ്രായത്തിന് ഷെർലാക്കിരുന്ന മോനാ? ഓ അതായത് മോൻ, എന്റെ മോൻ പാവച്ചി. ഞാൻ ജാക്സണല്ലടാ, ന്യൂട്ടണല്ലടാ, ജോക്കറല്ലടാ. അമ്മ സരലേക്ക് തീർന്നമ്മ, കൂരമില്ല അമ്മ. കൊച്ചിന് കലക്കട്ട, അപ്പൊ ഞാൻ എടുത്ത് തരാം. എന്റെ പാലും പാപ്പം. അയ്യടാ, എന്റെ കൊച്ചിന്റെ കുപ്പിയായത്. നല്ല തണ്ടും തടിയും ഉണ്ടല്ലോടാ. വല്ല ജോലിക്കും പോയി കുടുംബജീവമായിട്ട് ജീവിക്കാൻ നോക്കില്ല. എനിക്കും കല്യാണം കഴിക്കാൻ ആഗ്രഹത്തുണ്ടല്ല. പെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എവിടെ കൊണ്ട് കിടത്തും? കട്ടിലിൽ കിടത്തണം. ഇവിടെ കട്ടിലിടാൻ സ്ഥലം വേണ്ടേ? കംപ്ലീറ്റ് തൊട്ടിലല്ലേ, തൊട്ടിൽ. ചേട്ടനും ചേട്ടത്തിയും കൂടെ മത്സരം. ആഹാ, മെമ്പറിനൊരു കാര്യം അറിയാവോ? കാട്ടുവള്ളി പോലെയാണ് വീട്ടിനകത്ത് കംപ്ലീറ്റ് തൊട്ടിൽ. അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം എങ്കിൽ ഞാൻ ടാർസിനെ പോലെ ഇങ്ങനെ പോണം. ഇതാണ് ഈ വീട്ടിലെ അവസ്ഥ. മെമ്പറേ, നിങ്ങൾ ഇവിടെ ഉള്ളവർക്ക് ആടിനെ കൊടുത്തു, കോഴിയെ കൊടുത്തു, എനിക്കൊരു പെണ്ണിനെ ഒപ്പിച്ചു തന്നു. ഞാൻ പഞ്ചായത്ത് മെമ്പറാണ്, നീ ഉദ്ദേശിക്കുന്ന ആളല്ല. അയ്യോ, കല്യാണം കഴിക്കാൻ. ആഹാ, ഇവനെ കല്യാണം കഴിപ്പിക്കാൻ കഴിച്ചാൽ ഒരു വീട്ടിൽ കൊണ്ട് നിങ്ങൾ അറിഞ്ഞ? ഇല്ല, പറഞ്ഞില്ല. നീ വാ, പറഞ്ഞിറങ്ങി വാ. അതായത് നമ്മളെ പ്രാവുച്ചമ്പലത്തുള്ള ശശിയുടെ മോളെ കാണിക്കാൻ ഇവനെ കൊണ്ടുപോയി. അവിടെ ചെന്ന് പെണ്ണൊക്കെ കണ്ട് ചായ കൊടുത്തു കഴിഞ്ഞപ്പോ ഇവന് പെണ്ണിനെ അങ്ങ് ഇഷ്ടപ്പെട്ട് രണ്ടും കൂടെ കയറി അല്പം സംസാരിക്കണം. ഒന്ന് റൂമിൽ കയറി കുറ്റിയും കിട്ടി. സ്വാഭാവികം. 2 മിനിറ്റ് കഴിഞ്ഞപ്പോ പെണ്ണ് വിളിച്ചോണ്ട് ഒരു ഒറ്റ ഓട്ടം. ഞാൻ പെണ്ണ് എന്താണ് കാണിച്ചത്? അയ്യോ, ഞാൻ ഒന്നും കാണിച്ചില്ല. ഞാൻ അവളടുത്ത് ഏട്ടടി നമുക്കൊരു ടിക്ടോക്ക് ചെയ്യാമോ എന്ന്. മോശമല്ലേ? ആദ്യമായിട്ട് കാണുന്ന പെണ്ണിന്റെ മുഖത്തേക്ക് ചോദിക്കണം, മോശമല്ലേ? അല്ല, മെമ്പർ എന്തോന്ന് ഉദ്ദേശിച്ചത്? മറ്റേ കിസ്സിങ്. അത് ലിപ് ലോക്ക്, ഇത് ടിക്ടോക്ക്. എന്റെ മെമ്പറെ, പണി വേരില്ലാതെ ഇവനൊക്കെ ആര് പെണ്ണ് കൊടുക്കാനാ? മെമ്പറിന് വേറെ വല്ല പണിയൊന്നുമില്ലേ? ആ സംസാരിച്ച ശരിയായില്ല. ഒരു പ്രവാസിയുടെ മുഖത്ത് നോക്കിയാണ് സംസാരിച്ചത്. എത്ര നാളെ ഞാൻ ഗൾഫിൽ പറ്റുമെന്നറിയാം. ഒരു ഗൾഫുകാരുടെ മുഖത്ത് നോക്കിയാണ് സംസാരിച്ചത്. മെമ്പർ, അത് ശരിയല്ല. ഇവൻ ഗൾഫിൽ പോയാ? എന്ന് പോയെന്ന് ചോദിക്കും മെമ്പറെ. എന്നാ ഗൾഫിൽ പോയാ? 2010 ഏപ്രിൽ 11. 2010 ഏപ്രിൽ 11 ഗൾഫിൽ പോയല്ലോ. ഇനി എന്ന് തിരിച്ചു വന്നെന്നും കൂടി മെമ്പർ ഒന്ന് ചോദിച്ചേ. എന്നാ തിരിച്ചു വന്നേ? 2010 ഏപ്രിൽ 12. അല്ല പിന്നെ 2010 ഏപ്രിൽ 11 പോയിട്ട് 2010 ഏപ്രിൽ 12. ക്ലൈമറ്റ് സെറ്റ് ആവണില്ല. കള്ളച്ചോറ് തിന്ന് ശീലിച്ചു ഇവന്. ഒരു വിഷയമല്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളൊക്കെ അടിയും ബോളം കാരണം എനിക്ക് പഞ്ചായത്ത് ഓഫീസിൽ ഇരിക്കാൻ നിവർത്തിയില്ല. ഞാൻ വേറെ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ബിസിനസ്? സീരിയലിന് കഥ എഴുത്ത്. പിന്നെ സീരിയൽ എന്ന് പറഞ്ഞാലേ എനിക്ക് പ്രാന്താണ്. അല്ലെങ്കിൽ ആ തളക്ക് പ്രാന്ത് തന്നെ മെമ്പറെ. മെമ്പർ ആ സീരിയലിന്റെ കഥ ഒന്ന് പറ. അല്ല, ഈ സീരിയൽ എന്ന് പറയുമ്പോ സീരിയലിന്റെ അരിയത്തില്ലേ, ഞങ്ങൾ 3 ഒറ്റ കെട്ടാണ്. അന്ന് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ തല്ലൊന്നും പിടിക്കാതെ ഇരുന്ന് കാണുള്ളൂ. കട്ടൻ ചായയൊക്കെ ഇട്ട് മിച്ചറൊക്കെ കഴിച്ച് ഞങ്ങൾ ഇരുന്ന് കാണും. കഥ പറ. കഥയെന്ന് പറയുമ്പോ ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഒരു കുഞ്ഞു വീട്, അച്ഛനും മക്കളും അടങ്ങുന്ന ഒരു കുഞ്ഞു കുടുംബം. അപ്പൊ തുടക്കം തന്നെ അടിപൊളിയായിരിക്കും. പുള്ളി രാവിലെ പണിക്കൊക്കെ പോയിട്ട് വളരെ കഷ്ടപ്പെട്ട് എന്നും കിട്ടുന്ന പൈസ കൊണ്ടുകൊടുത്ത് വളരെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു കുടുംബം. അങ്ങനെ ആ നാട്ടിൽ പണിയില്ലാതായി. അപ്പൊ വേറൊരു നാട്ടില് അയാൾ പണിക്ക് പോയി. അവിടെയാണ് ട്വിസ്റ്റ്. ട്വിസ്റ്റ് എന്ന് പറയുമ്പോ എന്റെ അമ്മ കഥയിൽ ഒരു വഴിത്തിരിവ്. മെമ്പർ കഥ പറ. തന്റേതല്ലാത്ത കാരണത്താൽ വേറെ പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വന്നു.
അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവര് നേരെ പഴയ വീട്ടിലോട്ട് വരെയാണ് ആദ്യത്തെ ഭാര്യയുടെ അടുത്തേക്ക്. പക്ഷെ അവള് വീട്ടിൽ കയറ്റൂല. അത് കേറ്റാത്ത അവള് വീട്ടിൽ കയറ്റൂല. ആദ്യത്തെ ഭാര്യ കയറ്റൂലേ? കയറ്റൂല. നല്ല കഥ, സൂപ്പർ കഥ. ഞാൻ രക്ഷപ്പെടും. അതാണ് അവിടെയാണ് വന്ന് ഇങ്ങനെ കഥ നിൽക്കുകയാണ്. എനിക്ക് അങ്ങോട്ട് എന്നിട്ട് ബാക്കി പറ. കടന്നു പോകാൻ പറ്റില്ല. മെമ്പറേ, ആ. ഞാനിവിടെ വേറൊരു ടിസ്റ്റ് പറയട്ടെ. ഇതിനി എങ്ങനെ വേണോന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ മെമ്പർ എഴുതോ? ഉറപ്പായിട്ടും. ആ, ഇപ്പൊ തന്റേതല്ലാത്ത കാരണത്താലാണല്ലോ അയാൾ അവിടെ വേറെ കല്യാണം കഴിച്ചത്. അതെ. അങ്ങനെ ആ പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരുമ്പോ ഇവിടെ ആദ്യ ഭാര്യ ആ പേവരെ സ്വീകരിക്കണം. അതാണ് ന്യായം. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അത് തന്നെ അങ്ങനെ തന്നെ ചെയ്യണം. കുഴപ്പമില്ല. എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. എന്ത് കുഴപ്പം? നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഒരു വിഷയമില്ല. ഞങ്ങൾക്ക് എന്ത് കുഴപ്പം? നിങ്ങൾക്കൊരു വിഷയമില്ല, പിന്നെ എനിക്ക് എന്തൊന്നും വിഷയം? ഡേയ് പൊടിയാ, കേറി വാടാ. ഇവിടെ ഒരു വിഷയമില്ല, നീ ധൈര്യമായിട്ട് വാ. ആലുകുത്തിയാ വെട്ടും ഞാൻ. ചേട്ടാ. ചുമ്മാ പറയുന്നത്. അവളെ നോക്കി, അവൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നീ ധൈര്യമായിട്ട് വലത് കാര്യം ഐശ്വര്യമായിട്ട് കയറിക്കേ. വെട്ടോന്ന് പറഞ്ഞാ ഞാൻ വെട്ടിയില്ല. നീ ഒട്ടുപടി, നീ ആരാന്നാണ് നിന്റെ വിചാരം? ചേട്ടാ. അമ്മ കാര്യമാടാ മക്കളെ. എനിക്ക് ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ, എന്റെ അമ്മയാണ്. എന്റെ അമ്മ സ്വീകരിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. എടി, നീ എന്റെ കെട്ടിയോനെ വളച്ചെടുത്തിട്ട് നിങ്ങൾ കല്യാണം വീട്ടിൽ പോടി. ഞാൻ ഒന്ന് പറയട്ടെ. നിങ്ങൾക്ക് എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായാ? ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ 3 മക്കളെ പെറ്റതല്ലേ ഞാൻ. ആ വേദനയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയോ? എടി, ആ വേദന ഞാൻ മനസ്സിലാക്കിയോണ്ടാ 4ാമത് നിന്നെ ബുദ്ധിമുട്ടിക്കാതെ ഞാൻ ഇവളെ കെട്ടിക്കൊണ്ട് വന്നത്. അയ്യോ, ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇത് ആ മറ്റേ ബസ് സ്റ്റാൻഡ് എവിടെയും വിരിച്ചത് ഇവിടെ അല്ല, മുറ്റത്തും കൊണ്ട് വിരിച്ചിരിക്കുന്നത്. ഇവിടെ ഇനി അടുക്കള മാത്രമേ ഉള്ളൂ സ്ഥലം. നീ നേരെ എടുത്ത് അകത്ത് അടുക്കള കൊണ്ടുപോ. ഞാൻ കൊല്ലും നിങ്ങളെ. എല്ലാം ഇങ്ങനെ ആയിപ്പോയല്ലോ ദൈവം. ഇങ്ങോട്ട് വന്നില്ല. എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കാന്ന്. സീരിയസ് ആയിട്ട് മെമ്പർ ഏറ്റിരിക്കല്ലേ, പിന്നെ എന്തോന്ന് കുഴപ്പം തോന്നുന്നു? എന്റെ മെമ്പർ ഇത് എന്തോ നീ കാണുന്നേ? ഞാൻ എന്ത് ചെയ്യാ? എന്റെ അടുത്ത് കഥ പറയാൻ പറഞ്ഞു. ഞാൻ കഥ പറഞ്ഞ് കാര്യം അവതരിപ്പിച്ചില്ലേ ഇവിടെ. ഡാടാ, നിന്റെ ചേട്ടൻ കെട്ടിക്കൊണ്ട് വന്നിട്ട് നിനക്കൊന്നും ചോദിക്കാനില്ലേ? ചോദിക്കാറുണ്ട് ചേട്ടാ. തുടങ്ങില്ലേ എന്തോന്ന് ശാന്തി മുഹൂർത്തം? ഇവനെ ആരെങ്കിലും അകത്തോണ്ടൊന്ന് അടച്ചിടാ ഇവനെ. നിർത്ത്. എന്തമ്മ? എനിക്കൊരു കാര്യം ചോദിക്കണ്ട. പറ. ഇത് ആര്, എവിടെന്ന്, എങ്ങനെ കെട്ടി? ഇപ്പൊ അറിയണം. ന്യായം. അത് ചോദിക്കേ. അത് ചോദിക്കേ. രാവിലെ ഒരു 6-6:30 മണി സമയം കോഴി കൊക്കരക്കോന്ന് കൂന്നു. ഞാൻ രാവിലെ ഉറക്കണീറ്റ് വെളിയിലോട്ട് ഇറങ്ങിയപ്പോ മുല്ലപ്പൂവൊക്കെ ചൂടി പട്ടുപാവട ഇട്ട് കുറച്ച് പിള്ളേരങ്ങനെ പോകുന്നു. നിന്റെ അടുത്ത് ഈ പെണ്ണിന്റെ കാര്യം പറഞ്ഞാ നീ ഈ പെണ്ണിന്റെ കാര്യം പറഞ്ഞ വല്ല പെമ്പിള്ളേരെ കാര്യം പറയരുത്. അതല്ലേ ഞാൻ പറഞ്ഞു വന്നത്. എന്നാ പറ. രാവിലെ ഒരു 6-6:30 മണി സമയം കോഴി കൊക്കര. നീ നമ്മളെ കളിയാക്കിയിരിക്കണ? അല്ലോ. അല്ല, നീ നമ്മളെ കളിയാക്കിയിരിക്കണ? അല്ല. പിന്നെ എന്തെങ്കിലും ചോദിച്ചാ പിന്നെ അങ്ങ് പറഞ്ഞോണ്ടിരിക്കണേ. ഒരു സെക്കൻഡ് മെമ്പറെ, നീ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്റെ മോനെ പണ്ട് മുതലേ ഒരു അസുഖമുണ്ട്. അവ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന ഇടയ്ക്കാരെങ്കിലും കയറി സംസാരിച്ചു കഴിഞ്ഞാൽ ഇവ ആദ്യമേ തുടങ്ങും. അപ്പൊ ഇവൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ നമ്മളൊന്നും മിണ്ടാൻ പാടില്ല. അണ്ണൻ അങ്ങനെ ഒരു അസുഖമുണ്ട്. അപ്പൊ നീ മിണ്ടരുത്. ഹലോ, മിണ്ടരുത്. അവൻ പറഞ്ഞു തീർന്നവരെ അങ്ങനെ മിണ്ടരുത്. ചിലവൊന്നുമില്ല. അടുക്കള മാത്രമല്ലേ സ്ഥലമുള്ളൂ. ഓ, ചിലവൊന്നുമില്ല. ഓക്കെ. ഞാൻ വിളിച്ചോളാം. ഓക്കെടാ. പൊടിയാ. സോറി. കുഴപ്പമില്ല. സോറി. പൊടിയാ, പറ. കാര്യം പറ. കാര്യം അതായത് രാവിലെ ഒരു 6-6:30 മണി സമയം കോഴി കൊക്കരക്കോന്ന് കൂന്നു. ഞാൻ രാവിലെ ഉറക്കം എണീറ്റ് വെളിയിലോട്ട് ഇറങ്ങിയപ്പോ മുല്ലപ്പൂവൊക്കെ ചൂടി കുറച്ച് പിള്ളേരിങ്ങനെ പട്ടുപാവടയൊക്കെ ഇട്ട് പോകുന്നു. ഞാൻ നേരെ അവിടെ നിന്ന് പണിസൈറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു അപ്പുണ്ട് ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ ചെന്നൊരു ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ FM പാട്ടിട്ടിരിക്കും. ഏതാ പാട്ടെന്നറിയാമോ? ശരറാന്തൽ തിരിത്താണു മുർലിൻ കുർലിൻ. എന്റെ ചേട്ടാ, ആ പാട്ട് അങ്ങനെയാണോ? മലയാളത്തിന്റെ ഭാവഗായകൻ പാടിയ പാട്ടല്ലേ? അങ്ങനെയല്ല, കറക്റ്റാ പാടണം. പാടുമ്പം ശരറാന്തൽ തിരി താഴും മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ. കറക്റ്റാ. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. അതെ, എനിക്ക് തെറ്റുപറ്റി. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. പാട്ടൊക്കെ കൊള്ളാം. അതെ. കാര്യങ്ങളൊക്കെ കൊള്ളാം. അതെ. നീ ബാക്കി പറ. രാവിലെ ഒരു 6-6:30 മണി കോഴി കൊക്കരക്കോന്ന്. എന്നോട് ഇപ്പോഴല്ലേ ആ തള്ള വന്ന് പറഞ്ഞ എന്റെ ഇടയ്ക്ക് കയറി പറയല്ലേ എന്ന്. അപ്പൊ പിന്നെ ഗാനഗന്ധർവം കളിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, മലയാള സിനിമയിലെ ഒട്ടേറെ നല്ല ഗാനങ്ങള്
പൊടിയാ ആ നീ പറ. രാവിലെ ഒരു 6-6:30 മണി കോഴി കൊക്കരക്കോന്ന് കൂടും. ഞാൻ ഉറക്കം എണീറ്റ് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ മുല്ലപ്പൂവൊക്കെ ചൂടി കുറച്ച് പിള്ളേരിങ്ങനെ പട്ടുപാവടയും ബ്ലൗസൊക്കെ ഇട്ട് പോവാണ്. ഞാൻ നേരെ പണിസൈറ്റിലേക്ക് പോണ വഴിയിലുള്ള അപ്പുവിൻ്റെ ചായക്കടയിൽ ചെന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ നിന്നപ്പോൾ അവിടുത്തെ FM ഒരു പാട്ട് കേൾക്കണം. ഏതാ പാട്ട്? ശരറാന്തൽ തിരിതാണു മുകിലിന്നുകളിൽ മോവന്തി പെണ്ണുറങ്ങാൻ കീഴ. അങ്ങനെ ആ പാട്ടൊക്കെ കേട്ട് സുഖിച്ച് അങ്ങനെ നിന്നിട്ട് പണിസൈറ്റിലേക്ക് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ പല സൈഡിലായിട്ട് ഒരു അമ്മച്ചിയുണ്ട്. വയസ്സായ ഏകദേശം എൻ്റെ അമ്മയുടെ പ്രായമൊക്കെ വരും. അവിടെ നിന്ന് മുറുക്കാൻ മേടിച്ചിട്ടാണ് പോണത്. ഭയങ്കര കിടിലം പുകയിലാണ് അവിടെ. സത്യം എന്തൊരു ടേസ്റ്റ് തോന്നി, ഭയങ്കര മണമാണ്. നീ കഴിച്ചാ? പിന്നെ ഞാൻ എന്ന് വാങ്ങിച്ച് കഴിക്കുമ്മ? എന്നിട്ട് നീ എന്റെ അമ്മയ്ക്ക് വാങ്ങിച്ചോണ്ടോന്നില്ലടാ. കഴിഞ്ഞ മാസം നിങ്ങൾക്ക് ഞാൻ ഒരു വട്ടം വാങ്ങിച്ചോണ്ടില്ലേ? അത് തീർന്നു പോയെന്ന് പറഞ്ഞപ്പോ അത് ഞാൻ അടുത്തൊരു വാങ്ങിച്ചോണ്ട്. പൊടിയാ അവിടെ ഇരി. അടുത്ത മാസം വരുമ്പോ അമ്മയ്ക്ക് നിറച്ച് പുകയില വാങ്ങിച്ചോണ്ട് കൊടുക്കണം. വാങ്ങിച്ചോണ്ട് കൊടുക്കും ഞാൻ. നീ ബാക്കി പറ. ബാക്കി എന്ന് പറയുമ്പോൾ രാവിലെ ഒരു 6-6 രാവിലെ ഉറക്കം എണീറ്റ് ഞാൻ വെളിയിലോട്ട് ചെന്നപ്പോൾ മുല്ലപ്പൂവൊക്കെ ചൂടി പട്ടുപാവടയും ബ്ലൗസൊക്കെ ഇട്ട് കുറച്ച് പെമ്പിള്ളേരിങ്ങനെ പോകുന്നു. ഞാൻ അവിടെ നിന്ന് പണിസൈറ്റിലേക്ക് പോകുന്ന വഴി അപ്പോണ്ട ചായക്കടയിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ നിന്നപ്പോൾ FM ഒരു പാട്ട് കേൾക്കണ്. ഏതാ പാട്ട്? ശരറാന്തൽ തിരിതാണു മുകിലിന്നുകിടിൽ. ആ പാട്ടൊക്കെ കേട്ടിട്ട് ഞാൻ നേരെ പണിസൈറ്റിലേക്ക് പോകുന്ന വഴിയിൽ ഒരമ്മച്ചിയുണ്ട്. അമ്മച്ചി മുറുക്കാൻ കട ഇട്ടിരിക്കുന്നു. അവിടെ നിന്ന് ഞാൻ നല്ല കിടിലം ടേസ്റ്റുള്ള പുകയിലാണ് കേട്ടോ, ഭയങ്കര മണം. ഞാൻ ഡെയിലി അവിടെ നിന്ന് വാങ്ങും. അത് വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകുന്ന വഴിയിലാണ് ഇടത് സൈഡിൽ ഈ പെങ്കൊച്ചിൻ്റെ വീട്. എന്താണെന്നറിയില്ല, ആ വീട്ടിൻ്റെ അവിടെ എത്തുമ്പോൾ എനിക്ക് എന്നും വെള്ളം തായി. അങ്ങനെ ഞാൻ നേരെ ഈ വീട്ടിൽ കയറിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് ചോദിച്ചു ഞാൻ. ചേട്ടൻ പച്ചവെള്ളമല്ലേ എന്നോട് ചോദിച്ചത്? ഞാൻ മധുരം കൂട്ടി കട്ടൻ ചായ വരെ ഇട്ട് തന്നില്ലേ? അയ്യോ, കട്ടൻ ചായ എന്റെ വീട്ടുകാർ അങ്ങനല്ല, ഈ മൂദേവിയെ പോലൊന്നും അല്ല. അല്ല, കറക്റ്റാ, കട്ടൻ ചായ തന്നെ. കട്ടൻ ഞാൻ പച്ചവെള്ളം ചോദിച്ചാ കട്ടൻ ചായ തന്നു. കട്ടൻ ചായ കുടിച്ചേ? കട്ടൻ ചായ കുടിച്ച് വയറ് നിറച്ച് കുടിച്ചേ? നല്ല ടേസ്റ്റ് ആയിരുന്നു. ബാക്കി പറ. രാവിലെ ഒരു 6 നേരത്തെ എടാ, നിന്നോട് കട്ടൻ ചായയുടെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞ പറഞ്ഞു മനസ്സിലാക്കി തരും. നീ ഇവിടെ ഇരി. അവൾക്ക് കട്ടൻ ചായയുടെ അറിയുന്നുണ്ടല്ലോ ഞാൻ ഇട്ട് തന്നെ. ഇതിനാണ് എന്നെ ഇങ്ങനെ വിളിച്ചു വരുത്തിയത്. നീ ഇവിടെ ഇരി. അവിടെ ഇരി. പൊടിയാ, അതെല്ലാം ഓക്കെ. നീ ബാക്കി പറ. രാവിലെ ഒരു 6-6:30 മണി സമയം കോഴിക്കൊക്കര പോകുന്നു. രാവിലെ ഉറക്കം എണീറ്റ് ഞാൻ വെളിയിൽ നോക്കിയോ കുറച്ച് മുല്ലപ്പൂക്ക് ചൂടി പിള്ളേർ പട്ടുപാവടയും ബ്ലൗസൊക്കെ ഇട്ട് ഇങ്ങനെ പോകുന്നു. ഞാൻ നേരെ പണിസെറ്റിലേക്ക് പോകുന്ന വഴിക്ക് അപ്പുണ്ട് ചായക്കടയിൽ നിന്ന് ഒരു ചായ വാങ്ങിച്ച് കുടിച്ചിട്ട് നിന്നപ്പോൾ FM പാട്ട് കേൾക്കുന്നു. ഏതാ പാട്ട്? ശരറാന്തൽ തിരിതാണു മുകിലിന്നുകിൽ. ആ പാട്ടാണ്. ആ പാട്ടൊക്കെ കേട്ടിട്ട് ഞാൻ നേരെ പണിസെറ്റിലേക്ക് പോകുമ്പോൾ വലേ സൈഡിലായിട്ട് ഒരു അമ്മച്ചി, എൻ്റെ അമ്മയുടെ പ്രായം വരും, ഒരു അമ്മച്ചി ഇങ്ങനെ ഒരു മുത്തശ്ശിയുണ്ട്. അവരിങ്ങനെ അവിടെ മുറുക്കാൻ കട ഇട്ടിരിക്കുന്നു. ഞാൻ അവിടെ നിന്ന് ഡെയിലി മുറുക്കാൻ വാങ്ങിക്കും. നല്ല കിടിലം ടേസ്റ്റുള്ള പുകയിലാണ്, നല്ല മണം. അതൊക്കെ വാങ്ങിയിട്ട് ഞാൻ പോകുന്ന വഴിയിലാണ് ഈ പെങ്കൊച്ചിൻ്റെ വീട്. ഈ പെങ്കൊച്ചിൻ്റെ വീട്ടിൻ്റെ അടുത്ത് എന്നും എനിക്ക് വെള്ളം തായിക്കും. ഞാനങ്ങനെ അവിടെ കയറി വെള്ളം ചോദിച്ചപ്പോൾ ഈ കൊച്ചെനിക്ക് എനിക്കൊരു കട്ടൻ ചായ തന്നു. ഈ കട്ടൻ ചായ വാങ്ങിച്ച് കുടിച്ചുകൊണ്ട് ഞാനിങ്ങനെ രാവിലെ ഒരു 6 നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? ഭാഗ്യം. എനിക്കറിഞ്ഞു ആരാ നീ? 5 വർഷം മുമ്പ് ഞാൻ കല്യാണം കഴിച്ച എന്റെ സ്വന്തം ഭാര്യയാണിത്. ഇവക്കൊരു അസുഖമുണ്ട്. ഇവളെ നോക്കി ആരെങ്കിലും ചിരിച്ചാ ഇവൾ അവരെ കൂടെ ഇറങ്ങി അങ്ങ് പോവും. 350 പ്രാവശ്യം പല വീട്ടിൽ ഞാൻ വിളിച്ച് എന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും ഒരു പോറൽ പോലെ ആൽപ്പിക്കാതിന് തിരിച്ചു തന്നില്ല, സന്തോഷം. വട്ടാണല്ലേ. അങ്കമാലിയിലെ പ്രധാനമന്ത്രി മോളുടെ ആരാന്നാ പറഞ്ഞു? എനിക്കൊരു സമാധാനമായ. ഞങ്ങളെ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഊട്ടി വഴിയൊക്കെ കറങ്ങി ഒരാഴ്ച അടിമൂണൊക്കെ ആവശ്യച്ചിട്ട് വരാന്ന് വിചാരിച്ചാണ്. നിന്റെ സമയം കൊള്ളാം. ശരിയാണ് അങ്ങോട്ട്. ഓക്കെ. ചതുവ് പറ്റിയിരിക്കുന്നു മെമ്പറെ. എന്താ ഇത് അറിഞ്ഞെങ്കിൽ വന്നപ്പോഴേ ഞാൻ ഒന്ന് ചിരിച്ചേനായിരുന്നു. എനിക്കൊരു കുടുംബമായി പോയനായിരുന്നു. എങ്ങനെ ഇത്തരം ചിരിയല്ലേ? ഉത്തരത്തിരുന്ന പോവുകയും ചെയ്ത് വീട് മനുഷ്യ കയ്യിൽ നിന്ന് കഷ്ടത്തിരുന്നേയും പോയി. വന്നത് നിന്നതൊക്കെ അങ്ങ് പോയി. എന്തായാലും നീ പറഞ്ഞു വന്ന കാര്യം മുഴുവനാക്ക്. പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുമ്പോ നേരത്തെ മറ്റേ അവളെ വിളിച്ചോണ്ടുന്ന കാര്യം. അതെ അതെ. രാവിലെ ഒരു 6-6:30 മണി സമയം
എടാ 6-6:30 സമയം കോഴി കൊക്കരക്കോ കൂവി ചായക്കിളപ്പിൽ നിന്ന് ചായ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പുകയിലെന്ന് അത് കഴിഞ്ഞ് അവളുടെ വീട്ടിൽ പോയി കട്ടൻ ചായ കുടിച്ച് എന്റെ തുമ്മല് എനിക്ക് വരെ വേറൊരാള് തുമ്മി അതുവരെ ഓക്കെ ബാക്കി പറ. അതാണ് ഇതാണ് കാര്യം. മെമ്പറിന് കാര്യം മനസ്സിലായി. അല്ല പിന്നെ. അല്ലാതെ എന്റെ ചുറ്റും ഇങ്ങനെ വളർന്ന് നിന്നിട്ട് എല്ലാരും കൂടി ഓരോന്ന് അതും ഇതും പറഞ്ഞ് എന്നെ തെറ്റിച്ചിട്ട് എനിക്ക് അസുഖമുണ്ട് കോപ്പുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കണം. ഇങ്ങനെ ചോദിച്ചാലേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ മെമ്പർ എന്റെ ചേട്ടൻ അസുഖക്കാരനാക്കാൻ നോക്കിയാ പിന്നല്ല എന്റെ ചേട്ടന്റെ കാര്യങ്ങൾ കറക്റ്റ് അറിയാം. ആ ചേട്ടാ പറഞ്ഞുകൂടെ അങ്ങോട്ട്. കേട്ടോ രാവിലെ ഒരു 6-6:30 മണി സമയം കൊല്ലടാ ഇവനെ.